തെരഞ്ഞെടുപ്പിൽ CPM-നേറ്റ കനത്ത തോൽവിയുടെ ആഘാതത്തിൽ നിന്നും ഇതുവരെ CPM പാർട്ടി പുറത്തു വന്നിട്ടില്ല. പല ഘടകങ്ങളിലും വലിയ രീതിയിലുള്ള വിമർശനം നേതൃത്വത്തിനെതിരെ ഉയരുകയാണ്. ജനങ്ങളെ കേൾക്കാൻ വേണ്ടി CPM രംഗത്തിറങ്ങുന്ന ഈ സാഹചര്യത്തിൽ കടുത്ത വിമർശനമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ പാലക്കാട് നിന്നൊരു വാർത്ത വരുന്നത് ഇങ്ങനെയാണ്: MB രാജേഷിന്റെയും K ശാന്തകുമാരിയുടെയും ശൈലി തോൽവിക്ക് കാരണമായി എന്നാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. MLA-മാർക്ക് ജനങ്ങളുമായി ബന്ധമില്ലാതെയായി എന്നും യോഗത്തിൽ നേതാക്കൾ ആഞ്ഞടിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ K രാധാകൃഷ്ണൻ, KS സലീഖ എന്നിവർ പങ്കെടുത്ത പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു രൂക്ഷമായ വിമർശനം ഉയർന്നത്. പാലക്കാട് മണ്ഡലത്തിലെ വോട്ട് ചോർച്ച ഗൗരവകരമാണ് എന്നും പാലക്കാട് മണ്ഡലത്തിലെ CPM പ്രവർത്തനം നിർജീവമാവുകയും BJPക്ക് ഇവിടെ വളർച്ചയുണ്ടായി എന്നുമാണ് നേതാക്കൾ പറയുന്നത്. CPM സ്വാധീന മേഖലയിൽ പോലും തിരിച്ചടിയാണ് ഉണ്ടായത് എന്ന വിമർശനവും നേതാക്കൾ ഉയർത്തി. നെല്ല് സംഭരണ പ്രതിസന്ധി ജില്ലയിൽ ഇടതുപക്ഷത്തെ ബാധിച്ചു എന്നും നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. പാലക്കാട് മാത്രമല്ല, സംസ്ഥാനത്തെ പല ജില്ലകളിലും നേതൃത്വത്തിനെതിരെയും നേതാക്കൾക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് ജില്ലാ കമ്മിറ്റികളിൽ ഉയരുന്നത്. MB രാജേഷിന്റെയും K ശാന്തകുമാരിയുടെയും ശൈലി തോൽവിക്ക് കാരണമായി എന്നാണ് പറയുന്നത്. MLA-മാർക്ക് ജനങ്ങളുമായി ബന്ധമില്ലാതായത് വലിയ പ്രതിസന്ധിക്ക് കാരണമായി. CPM-ന്റെ വോട്ട് ചോർച്ചയുണ്ടായി. CPM-ന്റെ അടിസ്ഥാന വോട്ടുകൾ പോലും BJPയിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ഈ നേതാക്കൾ വിലയിരുത്തുന്നത്. ജനങ്ങളിൽ നിന്ന് നേതാക്കൾ അകന്നത് വലിയ തിരിച്ചടിയായി എന്ന് പറയുമ്പോൾ CPM-ന്റെ നേതാക്കൾ ഈ 10 വർഷക്കാലം ജനങ്ങളിൽ നിന്ന് അകന്നു നിന്നു എന്ന് പ്രവർത്തകരടക്കം പറയുകയാണ്. തോൽവിക്ക് ശേഷം ഇപ്പോൾ ജനങ്ങളെ കേൾക്കാൻ വേണ്ടി CPM രംഗത്തിറങ്ങുമ്പോൾ കടുത്ത വിമർശനമാണ് നേതൃത്വത്തിനെതിരെയും മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെതിരെയും ഒക്കെ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദനും കണക്കിന് കിട്ടുന്നുണ്ട്. എന്തായാലും CPM എന്ന അടിസ്ഥാന വർഗ പാർട്ടി അവരുടെ നയവും നിലയും മറന്നുകൊണ്ട് പെരുമാറി എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിന് ജനങ്ങൾ മറുപടി കൊടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു. അങ്ങനെയാണ് ഈ കനത്ത തോൽവി CPM സംസ്ഥാനത്ത് ഏറ്റുവാങ്ങുന്നത്. അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം CPM-ന്റെ പല യോഗങ്ങളിലും രൂക്ഷ വിമർശനമാണ്. പാർട്ടിയിൽ നിന്നും പ്രവർത്തകർ അകന്നുപോയി എന്ന വിമർശനം പല നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. പല ജില്ലാ കമ്മിറ്റികളിലും CPM-ന്റെ തോൽവി സംബന്ധിച്ചുള്ള ചർച്ചയിൽ വലിയ വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ ഉണ്ടാകുന്നു. അങ്ങനെ മൊത്തത്തിൽ CPM തിരുത്തലിന്റെ പാതയിലേക്ക് പോകുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ.